പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിനക്ക് അഭിഷേകില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നീ ദേവബാലെ പേടിക്കണ്ട. എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഞാൻ ആ കാര്യത്തിൽ നിനക്ക് ഉറപ്പ് നൽകുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് അവനെ കണ്ടെത്തുക? അവൻ എവിടെയാണ് എന്ന് പോലും ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരിയാകും. പേടിക്കാതിരിക്കെ ദേവബാല. അച്ഛനല്ലേ വാക്കു നൽകുന്നത്. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ നിനക്ക് ഉണ്ടാവുകയില്ല. ഞാൻ അതിന് സമ്മതിക്കുകയില്ല. മനസ്സിലായോ? ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവൻ നിന്റെ കൂടെ തന്നെയായിരിക്കും ജീവിക്കുക. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ അവനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അവനെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരും. മനസ്സിലായോ? ഇതോടെ ദേവബാലയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകിനെ കാണുന്ന ഇഷ. അഭിഷേകിനോട് സത്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി യാതൊരു പേടിയും വേണ്ട അഭിഷേക്. നമ്മൾ നല്ലൊരു ജീവിതം മുന്നിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുറച്ച് നാൾ കൂടി ഇങ്ങനെ ജീവിച്ചാൽ മതി. നിന്റെ കൂടെ അല്ലാത്ത ജീവിതം എനിക്ക് ദുസ്സഹമാണ്. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകും. ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതും ഉറപ്പ് തന്നെയാണ്. നീ എൻ്റെ ജീവിതത്തിൽ വേണം ഇഷ. ഞാനത് അത്രയധികം ആഗ്രഹിക്കുന്ന കാര്യമാണ്. മറ്റാരില്ലെങ്കിലും നീ വേണം എൻ്റെ ജീവിതത്തിൽ. നമ്മുടെ കുഞ്ഞും. എന്തായാലും ഞാൻ ഈ ആരോഗ്യമൊന്ന് വീണ്ടെടുക്കട്ടെ. ഇതോടെ എല്ലാത്തിനും കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ഇഷ. ഇത് അഭിഷേകിന് വളരെ വലിയൊരു സഹായമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് സത്യങ്ങൾ അറിഞ്ഞ റാംമോഹൻ തൻ്റെ നീക്കങ്ങൾ ആരംഭിക്കുന്നത് രാഹുലിനെതിരെ. രാഹുൽ, നീ വന്നേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് രാഹുലിനെ. അവിടെ വെച്ച് രാഹുലിനോട് നിന്റെ ചതികളെല്ലാം മനസ്സിലായി. എൻ്റെ സ്വത്തുക്കൾ മോഹിച്ചുള്ള നിന്റെ നീക്കമെല്ലാം നീ നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ഒരു രൂപ പോലും നിനക്ക് കിട്ടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അയാൾ രാഹുലിനെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെട്ട രാഹുൽ റാംമോഹനെ കൊല്ലുന്നത്. മാത്രവുമല്ല, ഇത് ഹൃദയസ്തംഭനമായി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇഷയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.